Welcome to the first class of this unit, Experimental Methods and Error Analysis. ഇപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഫിസിക്സ് എന്ന് പറഞ്ഞാൽ അറിയാം, ഇറ്റ്സ് ദ സ്റ്റഡി ഓഫ് നേച്ചർ, അല്ലെങ്കിൽ നേച്ചറിലെ ഡിഫറെൻറ്റ് ഫിനോമിനാസിനെ പറ്റിയുള്ള സ്റ്റഡീസാണ്. അപ്പോൾ അങ്ങനെ അതിനെപ്പറ്റി സ്റ്റഡി ചെയ്യുമ്പോൾ വെറുതെ തിയറി ഇങ്ങനെ പറഞ്ഞു പോവാതെ അതിനെപ്പറ്റിയുള്ള പ്രൂഫ്, അതായത് എക്സ്പെരിമെൻ്റലായിട്ട് നമ്മൾ അതിനൊരു പ്രൂവ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഡിഫറെൻ്റ് എക്സ്പെരിമെൻറ്റ്സ് നമ്മുടെ ലബോറട്ടറിയിൽ സാധാരണഗതിയിൽ ചെയ്യാറുണ്ട്. അങ്ങനെ ചെയ്യുമ്പോൾ അതിനെപ്പറ്റിയുള്ള ബേസിക് ആയിട്ടുള്ള ഐഡിയാസ് നമുക്കുണ്ടായിരിക്കേണ്ടതാണ്. എങ്കിൽ മാത്രമേ, അതായത് നമ്മൾ മെഷർ ചെയ്യുന്നതിനെ പറ്റിയുള്ള ഐഡിയ ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെൻസിനെ പറ്റിയിട്ടുള്ള ബേസിക് ആയിട്ടുള്ള ഐഡിയാസ് വേണം. എങ്കിൽ മാത്രമേ അവിടെ എക്സ്പെരിമെൻറ്റ് ചെയ്യുമ്പോൾ സംഭവിക്കാൻ സാധ്യതയുള്ള എറേഴ്സ് മാക്സിമം നമുക്കതിനെ മിനിമൈസ് ചെയ്ത് കൊണ്ടുവന്ന് അതൊരു ട്രൂ വാല്യൂവിലേക്ക് ഏകദേശം എത്തിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ അതിനു വേണ്ടിയാണ് ഈ ഒരു ചാപ്റ്റർ എയിം ചെയ്യുന്നത്. അങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള ഐഡിയാസ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ചാപ്റ്റർ എയിം ചെയ്യുന്നത്. അപ്പോൾ ഇൻസ്ട്രുമെൻസിനെ പറ്റി പറയുമ്പോൾ ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ലീസ്റ്റ് കൗണ്ട് എന്താണെന്ന് നോക്കുക. അപ്പോൾ ലീസ്റ്റ് കൗണ്ട് എന്ന് പറഞ്ഞാൽ അറിയാം, ഒരു പേരിൽ തന്നെയുണ്ട് ലീസ്റ്റ്, അല്ലേ, ഏറ്റവും ചെറിയ സ്മോളസ്റ്റ് ആയിട്ട് ഉള്ളത് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ലീസ്റ്റ് കൗണ്ട് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ സ്മോളസ്റ്റ് മെഷർമെൻറ്റ് ദാറ്റ് ക്യാൻ ബി ടേക്കൻ ആക്യുറേറ്റ്ലി വിത്ത് ഇറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഏത് ഇൻസ്ട്രുമെൻ്റ് ആണോ നമ്മൾ യൂസ് ചെയ്യുന്നത് ആ ഇൻസ്ട്രുമെൻ്റ് കൊണ്ട് നമുക്ക് എടുക്കാനായിട്ട് സാധിക്കുന്ന ഏറ്റവും സ്മോളസ്റ്റ് ആയിട്ടുള്ള മെഷർമെൻറ്റ്. ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്ന മീറ്റർ സ്കെയിൽ. അപ്പോൾ അതിനറിയാലോ, ഒരു 0 മുതൽ തുടങ്ങുന്നു. അപ്പോൾ ആദ്യത്തെ 1 മില്ലിമീറ്റർ, 2 മില്ലിമീറ്റർ, 3 മില്ലിമീറ്റർ അങ്ങനെ വരുന്നു. അത് കഴിഞ്ഞ് 10 ഡിവിഷൻ ഉണ്ടല്ലേ, ആ ഡിവിഷൻ കഴിഞ്ഞിട്ട് ഒരു വലിയ വര കാണാൻ സാധിക്കും. അതാണ് നമ്മുടെ 1 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത്. അതിനുശേഷം എന്താണ്, വീണ്ടും ഒരു 10 ഡിവിഷൻ കാണും. അതിനുശേഷം 2 സെൻറ്റിമീറ്റർ വരുന്നു. പിന്നീട് അടുത്ത് 10 ഡിവിഷൻ 3 സെൻറ്റിമീറ്റർ വരുന്നു. അപ്പോൾ അതിൽ ഏറ്റവും സ്മോളസ്റ്റ് ആയിട്ടുള്ള യൂണിറ്റ്, നമുക്ക് ആക്യുറേറ്റ് ആയിട്ട് എടുക്കാൻ പറ്റുന്ന യൂണിറ്റ് ഏതാണ്? 1 മില്ലിമീറ്റർ ആണ്. അപ്പോൾ സ്കെയിലിൻ്റെ കേസിൽ ലീസ്റ്റ് കൗണ്ട് എന്ന് പറഞ്ഞാൽ 1 മില്ലിമീറ്റർ ആണ്. അല്ലെങ്കിൽ വേറൊരു രീതിയിൽ പറയാം, നമുക്ക് കൺസിക്യൂട്ടീവായിട്ടുള്ള ആ 2 വരകളില്ലേ അടുത്ത് വരുന്ന, അതിൻ്റെ തമ്മിലുള്ള ഒരു ഡിഫറൻസാണ് ഈ ഒരു ലീസ്റ്റ് കൗണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. ഇത് മാത്രമല്ല, ലെങ്ത്ത് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ലാബിൽ യൂഷ്വലി യൂസ് ചെയ്യുന്ന മറ്റ് ഇൻസ്ട്രുമെൻറ്റിലൊന്നാണ് വേർനിയർ കാലിപ്പർ, അതുപോലെ തന്നെ സ്ക്രൂ ഗേജ്. അപ്പോൾ വേർനിയർ കാലിപ്പറും സ്ക്രൂ ഗേജ് ഞാൻ വിശദമായിട്ട് അടുത്ത ഒരു ക്ലാസ്സിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പം കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് കടക്കുന്നില്ല. ജസ്റ്റ് അതിൻ്റെ ലിസ്റ്റ് കൗണ്ട് എന്ന് പറഞ്ഞാൽ വേർനിയർ കാലിപ്പറിൻ്റെ കേസിൽ 0.1 മില്ലിമീറ്റർ ആണ്. അതുപോലെ തന്നെ സ്ക്രൂ ഗേജിൻ്റെ കേസിൽ അത് 0.01 മില്ലിമീറ്റർ ആണ്. അപ്പോൾ നിങ്ങൾക്കറിയാം, സ്കെയിൽ എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്ന സ്കെയിലിൻ്റെ ലിസ്റ്റ് കൗണ്ട് 1 മില്ലിമീറ്റർ ആണ്. വെർനിയർ കാലിപ്പർ വന്നപ്പോൾ 0.1 മില്ലിമീറ്റർ ആയത്, ലിസ്റ്റ് കൗണ്ട് കുറഞ്ഞു. ഇനി അടുത്ത സ്ക്രൂ ഗേജ്, കുറച്ചും കൂടി ആക്യുറേറ്റ് ആയിട്ട് നമുക്ക് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സ്ക്രൂ ഗേജ് യൂസ് ചെയ്യുന്നു. അത് നോക്കിയാൽ അവിടെയും ലിസ്റ്റ് കൗണ്ട് കുറഞ്ഞു. ഒരു കാര്യം ശ്രദ്ധിച്ചാൽ അറിയാം, ലിസ്റ്റ് കൗണ്ട് കുറയും തോറും എന്താണ് സംഭവിക്കുക, നമ്മുടെ പ്രിസിഷൻ, ആ ഇൻസ്ട്രുമെൻറ്റിൻ്റെ പ്രിസിഷൻ, നമ്മൾ എടുക്കുന്ന വാല്യൂസിന് കുറച്ചും കൂടി ഒരു ആക്യുറസി ഉണ്ടാകുന്നു, ഒരു പ്രിസിഷൻ അവിടെ കൂടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പ്രിസിഷൻ ഓഫ് ദി ഇൻസ്ട്രുമെൻറ്റ് ഇൻക്രീസസ് വിത്ത് ഡിക്രീസ് ഓഫ് LC, അതായത് ലിസ്റ്റ് കൗണ്ട്. അങ്ങനെ നമുക്ക് കൂടുതൽ പ്രിസൈസായിട്ട്, കുറച്ചും കൂടെ നല്ല ആക്യുറേറ്റ് ആയിട്ട് വാല്യൂ എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്, നമ്മൾ എക്സ്പെരിമെൻറ്റ് ചെയ്യുമ്പോൾ അവിടെ വരാൻ പറ്റുന്ന, അല്ലെങ്കിൽ സംഭവിക്കാൻ സാധ്യതയുള്ള എറേഴ്സ് മാക്സിമം കുറയുവാണ്, അല്ലേ. അപ്പം എറർ കുറയും എന്ത് ചെയ്യുമ്പോൾ, ലിസ്റ്റ് കൗണ്ട് കുറയുമ്പോൾ എറർ കുറയും. അതുപോലെ തന്നെ പ്രിസിഷൻ കൂടുന്നു, ലിസ്റ്റ് കൗണ്ട് കുറയുമ്പോൾ പ്രിസിഷൻ കൂടുന്നു. അപ്പോൾ ഇതാണ് ലിസ്റ്റ് കൗണ്ടിനെ പറ്റിയുള്ള ഒരു ബേസിക് ആയിട്ടുള്ള ഐഡിയാസ്. ഇനി നമ്മൾ ലെങ്ത്ത്, മാസ്, അതുപോലെ തന്നെ ടൈം, ആംഗിൾ, ഇതൊക്കെ മെഷർ ചെയ്യുന്ന ഡിഫറെൻറ്റ് ഇൻസ്ട്രുമെൻസിനെ പറ്റി, നമുക്കൊക്കെ പരിചയമുള്ള ഡിഫറെൻറ്റ് ഇൻസ്ട്രുമെൻസിനെ പറ്റിയുള്ള ഒരു ബേസിക് ആയിട്ടുള്ള ഐഡിയാസാണ് ഇനി അടുത്ത് തരാനായിട്ട് പോകുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ലെങ്ത്തിൻ്റെ കാര്യം നോക്കാം. അപ്പോൾ ലെങ്ത്ത് മെഷർ ചെയ്യാനുള്ള ഇൻസ്ട്രുമെൻറ്റ്സ് ഓൾറെഡി ഇതിന് മുന്നേ ഉള്ള ഒരു എക്സാമ്പിളായിട്ട് പറഞ്ഞല്ലോ, സ്കെയില്, സ്ക്രൂ ഗേജ്, വേർനിയറൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ അതിന് മുന്നേ നമുക്ക് അതിനെ പറ്റിയുള്ള കുറച്ച് യൂണിറ്റ് ഏതൊക്കെയാണെന്ന് നോക്കാം. സാധാരണഗതിയിൽ നമ്മൾ എടുക്കുന്ന യൂണിറ്റ് ഏതൊക്കെയാണെന്ന്, അപ്പോൾ SI യൂണിറ്റ് എന്താണെന്ന് അറിയാം, അത് മീറ്ററാണ്, അല്ലേ. SI യൂണിറ്റ് മീറ്ററാണ്. ഇനി അതല്ലാതെ തന്നെ നമ്മൾ കുറച്ചും കൂടി ലാർജ് ഡിസ്റ്റൻസ്,
ഒരു സോളാർ സിസ്റ്റം ഒക്കെ എടുക്കുമ്പോൾ നമുക്ക് ഈ മീറ്റർ വെച്ചിട്ടൊന്നും നമുക്ക് മെഷർ ചെയ്യാനായിട്ട് പറ്റില്ലല്ലോ. അപ്പോൾ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ്? അസ്ട്രോണമിക്കൽ യൂണിറ്റ് ആണ് AU എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ ഡിസ്റ്റൻസ്, മീൻ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി സൺ ആൻഡ് എർത്ത്. അപ്പോൾ അതിൻ്റെ 1 അസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 1.496 ഇൻറ്റു 10⁻11 മീറ്ററാണ്. അപ്പോൾ ഇത് സാധാരണ യൂസ് ചെയ്യുന്നത് വിത്തിൻ ദ സോളാർ സിസ്റ്റത്തിലുള്ള, ഇപ്പം വിത്തിൻ ദ സോളാർ സിസ്റ്റം എന്ന് പറയുമ്പോൾ ഈ ഒരു സണ്ണും അതിന് ചുറ്റുമുള്ള പ്ലാനറ്റ്സും കാര്യങ്ങളൊക്കെ ഇല്ല. അപ്പോൾ ആ ഒരു രീതിയിൽ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത് അസ്ട്രോണമിക്കൽ യൂണിറ്റ്. ആൻഡ് ഇറ്റ് ഈസ് ദ മീൻ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി സൺ ആൻഡ് എർത്ത്. ഇനി മറ്റൊന്നാണ് ലൈറ്റ് ഇയർ എന്ന് പറയുന്നത്. അപ്പോൾ ലൈറ്റ് ഇയർ നമുക്ക് വളരെ പരിചയമുള്ളതാണ്. അപ്പോൾ ഇറ്റ് ഈസ് ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദി ലൈറ്റ് ഇൻ വാക്വം ഇൻ 1 ഇയർ. അപ്പോൾ ഒരു വർഷം കൊണ്ട് ലൈറ്റ്, അപ്പോൾ നമുക്കറിയാം ഒരു സെക്കൻഡിൽ ലൈറ്റ് ട്രാവൽ ചെയ്യുന്നത് എത്രയാണ്? 3 × 10⁸ മീറ്റർ/സെക്കൻഡ് ആണ്. അതാണ് അതിൻ്റെ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഒറ്റ സെക്കൻഡിൽ. അപ്പം എത്രമാത്രം ഒരു വർഷം കൊണ്ട് ഈ ലൈറ്റ് ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസിനെയാണ് ലൈറ്റ് ഇയർ എന്ന് പറയുന്നത്. അപ്പോൾ അത് കണ്ടുപിടിക്കാനായിട്ട് എന്താണ് പറയുക? അപ്പോൾ ടൈം എന്ന് പറഞ്ഞാൽ എന്താണ്? 1 ഇയർ കൊണ്ടാണ് നമ്മളതിനെ ട്രാവൽ ചെയ്യുന്നത്. അപ്പോൾ 1 ഇയറിനെ നമ്മളതിനെ സെക്കൻഡിലോട്ട് മാറ്റുവാണ്. അപ്പോൾ 1 ഇയർ എന്ന് പറയുമ്പോൾ 365 ഡേയ്സ് ഉദ്ദേശിക്കുന്നു. അപ്പോൾ എത്രയാണ്? ഒരു ഡേ എന്ന് പറഞ്ഞാൽ എത്ര മണിക്കൂറാണ്? 24 hours. ആൻഡ് പിന്നെന്താണ്? 60 മിനിറ്റ് കൊണ്ട് 1 hour എന്ന് പറഞ്ഞാൽ 60 മിനിറ്റാണ്. അപ്പോൾ അതുകൊണ്ട് 60 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഇനി 1 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 60 സെക്കൻഡാണ്. അതുകൊണ്ട് 60 സെക്കൻഡ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അങ്ങനെ ആ ഒരു ടൈമിനെ ഞാൻ ആ ഇയർ എന്നുള്ളതിലേക്ക് എങ്ങോട്ട് കൺവേർട്ട് ചെയ്തു? സെക്കൻഡിലേക്ക് അവിടെ കൺവേർട്ട് ചെയ്തു. ഇനി അടുത്തത് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ അറിയാം, 1 സെക്കൻഡിൽ അത് ട്രാവൽ ചെയ്യുന്നത് അല്ലേ. അപ്പോൾ 3 × 10⁸ മീറ്ററാണ് ഒരു സെക്കൻഡിൽ വെലോസിറ്റി ലൈറ്റ് ട്രാവൽ ചെയ്യുന്നത്, അതിൻ്റെ വെലോസിറ്റി. ഇനി അടുത്തത് നമുക്കറിയാം വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. അപ്പോൾ നേരെ നമുക്ക് ഡിസ്റ്റൻസ് ആണ് കണ്ടത്, എത്രയാണ് ഇത് ട്രാവൽ ചെയ്യുന്നതെന്നാണ് കണ്ടത്. ടൈമും അറിയാം, അതുപോലെ തന്നെ വെലോസിറ്റി അറിയാം. ഇപ്പം ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ഇൻറ്റു ടൈം. അപ്പം അത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ വിയും ടിയും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 1 ലൈറ്റ് ഇയർ ഈസ് ഈക്വൽ ടു 9.46 ഇൻറ്റു 10⁻15 മീറ്ററാണ്. അപ്പോൾ ഇതാണ് ലൈറ്റ് ഇയർ എന്ന് പറയുന്നത്. ഇനി ഇതല്ലാതെ മറ്റൊന്നാണ് പാർസെക് അല്ലെങ്കിൽ പാരാലാക്റ്റിക് സെക്കൻഡ് എന്ന് പറയുന്ന മറ്റൊരു യൂണിറ്റ്. ഇതെന്ന് പറഞ്ഞാൽ നോക്കിയേ, ഡിസ്റ്റൻസ് അറ്റ് വിച്ച് ആർക്ക് ഓഫ് ലെങ്ത് ഈക്വൽ ടു 1 astronomical unit subtends an angle of 1 second. അപ്പം നോക്കിയേ, ഡിസ്റ്റൻസ് അറ്റ് വിച്ച് ആർക്ക് ഓഫ് ലെങ്ത് ഈക്വൽ ടു 1 astronomical unit. ഇതാണ് ആർക്ക് എന്ന് പറയുന്നത്. ആ ആർക്കിൻ്റെ ഡിസ്റ്റൻസ് എത്രയാണ്? 1 astronomical unit ആണ്. അപ്പോൾ ഇവിടെ എന്താണ്? ഇവിടെ സണ്ണും ഉണ്ട് എർത്തും ഉണ്ട്. അപ്പോൾ എർത്തിൻ്റെയും സണ്ണിൻ്റെയും മീൻ ഡിസ്റ്റൻസ് ആണ് ഈ അസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ 1 astronomical unit ആൻഡ് ഇറ്റ് സബ്സ്റ്റൻസ് ആൻഡ് ആംഗിൾ ഓഫ് 1 second. അപ്പോൾ 1 സെക്കൻഡിലുള്ള ആംഗിളാണ് ഇവിടെ സബ്സ്റ്റൻറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ആംഗിൾ 1 സെക്കൻഡ് ആണ്. അങ്ങനെയാണെങ്കിൽ ഈ റേഡിയസ് ഇല്ലേ, ഈ ഡിസ്റ്റൻസിനെയാണ് 1 പാർസെക് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പാരാലക്റ്റിക് സെക്കൻഡ് എന്ന് പറയുന്നത്. അപ്പം നമുക്കറിയാം, നിങ്ങൾ മാത്സിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും, ആംഗിൾ ഈസ് ഈക്വൽ ടു ആർക്ക് ബൈ റേഡിയസ് എന്ന് പറയും. ഇതൊരു സർക്കിളിൻ്റെ ഒരു പോർഷനായിട്ട് എടുക്കുകയാണെങ്കിൽ ഇത് ആർക്ക്, ഇത് റേഡിയസ്, ഇത് ആംഗിൾ. സോ ആംഗിൾ ഈസ് ഈക്വൽ ടു ആർക്ക് ബൈ റേഡിയസ് എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ യൂസ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ അകത്ത് റേഡിയസ് നമുക്ക് പാർസെക്, ആ ഒരു ഡിസ്റ്റൻസ് എത്രയാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ ദിസ് പാർസെക് അല്ലെങ്കിൽ ഈ റേഡിയസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിൻ്റെ അകത്ത് നിന്ന് ആർക്ക് ബൈ ആംഗിൾ എന്ന് എഴുതാം. സോ ഈ റേഡിയസ് തന്നെയാണ് ഈ പാർസെക് എന്ന് പറയുന്നത്. സോ 1 പാർസെക് ഈസ് ഈക്വൽ ടു ആർക്ക്. ആർക്ക് എന്താണ്? 1 astronomical യൂണിറ്റ് ആണെന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. സോ 1 astronomical യൂണിറ്റ് ഡിവൈഡഡ് ബൈ ദി ആംഗിൾ. ഹിയർ വാട്ട് ഈസ് ദ ആംഗിൾ? 1 second ഈസ് ദി ആംഗിൾ. ഇനി ഈ 1 സെക്കൻഡിനെ റേഡിയനിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പോവാണ്. അപ്പം 1 സെക്കൻഡിലെ റേഡിയനിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്, ഇപ്പം നമുക്കറിയാം 180 ഡിഗ്രി എന്ന് പറഞ്ഞാൽ പൈ റേഡിയൻ ആണ്. അങ്ങനെയാണെങ്കിൽ 1 ഡിഗ്രി എന്ന് പറഞ്ഞാൽ എന്താണ്? 1 ഡിഗ്രി എന്ന് പറഞ്ഞാൽ ഇതൊന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് കിട്ടും പൈ ബൈ 180 റേഡിയൻ. ഇനി നമുക്ക് ഈ 1 ഡിഗ്രി എന്ന് പറഞ്ഞാൽ എത്ര സെക്കൻഡാണ്? എത്ര മിനിറ്റ് ആണ്? 60 മിനിറ്റ് ആണ്. ഇനി 60 മിനിറ്റിനെ സെക്കൻഡിലോട്ട് മാറ്റുന്നത് 60 × 60 സെക്കൻഡ്. അപ്പോൾ 1 ഡിഗ്രി എന്ന് പറഞ്ഞാൽ 60 × 60 സെക്കൻഡ്, അതായത് 3600 സെക്കൻഡാണ് അവിടെ വരുന്നത്. ഇനി ഈ 1 ഡിഗ്രിക്ക് വരെ, അപ്പോൾ ഈ ഓൾറെഡി 1 ഡിഗ്രി ഈസ് ഈക്വൽ ടു പൈ ബൈ 180 റേഡിയൻ എഴുതിയല്ലോ. അപ്പോൾ ഈ 1 ഡിഗ്രിക്ക് വരെ ഞാനിവിടെ എന്താണ്? 60 × ഇപ്പം നമ്മളിവിടെ കണ്ടുപിടിച്ച 60 × 60 സെക്കൻഡ് എന്നെഴുതുവാണ്. 60 × 60 സെക്കൻഡ് ഈസ് ഈക്വൽ ടു പൈ ബൈ 180 റേഡിയൻ. അങ്ങനെയാണെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? 1 സെക്കൻഡാണ്. ഇവിടെ 60 × സെക്കൻഡ് കൊടുത്തിട്ടുണ്ട്, ഇവിടെ എന്താണ്? 1 സെക്കൻഡാണ്. അതിന് വേണ്ടി എന്താ ചെയ്യുന്നത്? ജസ്റ്റ് ഇതൊന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി അല്ലേ.
അപ്പോൾ അങ്ങനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 1 സെക്കൻഡ് ഈസ് ഈക്വൽ ടു പൈ ബൈ 180 ഇൻറ്റു 1/60 ഇൻറ്റു 60. അപ്പോൾ 1 സെക്കൻഡ് നമ്മളിവിടെ ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചു. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്? 1 പാർസെക്കിൻ്റെ നേരത്തെ പറഞ്ഞ ആ ഇക്വേഷൻ എഴുതാണ്. അപ്പോൾ 1 പാർസെക് ഈസ് ഈക്വൽ ടു 1 ആസ്ട്രോണമിക്കൽ യൂണിറ്റ് ഡിവൈഡഡ് ബൈ 1 സെക്കൻഡ്. 1 AU എന്ന് പറഞ്ഞാൽ എന്താണ്? 1.496 ഇൻറ്റു 10⁻11 അല്ലേ, അടുത്ത മീറ്റർ. ദെൻ 1 സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചു. 1 സെക്കൻഡ് എന്ന് പറഞ്ഞാൽ എന്താ? പൈ ബൈ 180 ഇൻറ്റു 1/3600 സെക്കൻഡ്. അപ്പോൾ അത് രണ്ടും കൂടി അതൊക്കെ ഒന്ന് ജസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസറാണ് 1 പാർസെക് ഈസ് ഈക്വൽ ടു 3.08 ഇൻറ്റു 10⁻16 മീറ്റർ. അപ്പോൾ ഇതാണ് 1 പാർസെക് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇത് മൂന്നും തമ്മിലൊരു റിലേഷനൊക്കെ നമുക്ക് കണ്ടുപിടിക്കാം. അതായത് AU ആസ്ട്രോണമിക്കൽ യൂണിറ്റ്, ലൈറ്റ് ഇയർ, പാർസെക്. അപ്പോൾ ഇത് മൂന്നും തമ്മിലുള്ള റിലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന് വേണ്ടിയിട്ട് ആദ്യം ചെയ്യുന്നത് റിലേഷൻ ബിറ്റ്വീൻ AU, LY ആൻഡ് പാർസെക് എന്ന് പറഞ്ഞാൽ ആദ്യം ലൈറ്റ് ഇയറിനെ ആസ്ട്രോണമിക്കൽ യൂണിറ്റ് കൊണ്ട് ജസ്റ്റ് ഒന്ന് ഡിവൈഡ് ചെയ്യുകയാണ്. ഓക്കെ, ഇപ്പോൾ ഇവിടെ കണ്ടാണല്ലോ 1 ലൈറ്റ് ഇയർ എന്ന് പറഞ്ഞാൽ 9.46 ഇൻറ്റു 10⁻15 മീറ്റർ ആൻഡ് 1 ആസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 1.496 ഇൻറ്റു 10⁻11 മീറ്റർ. അപ്പം ഇവിടെ മീറ്ററും പോയി അല്ലേ? ഇത് രണ്ടും സെയിം യൂണിറ്റ് ആണല്ലോ. പിന്നെ ഇത് രണ്ടും കൂടെ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 6.3 ഇൻറ്റു 10⁻4 ആണ്. അപ്പോൾ എന്താണ് ഇത്? നേരെ ഞാൻ ഇവിടെ എഴുതി 1 ലൈറ്റ് ഇയർ ഡിവൈഡഡ് ബൈ 1 ആസ്ട്രോണമിക്കൽ യൂണിറ്റ് ഈസ് ഈക്വൽ ടു 6.3 ഇൻറ്റു 10⁻4. അങ്ങനെയാണെങ്കിൽ 1 ലൈറ്റ് ഇയർ ഈസ് ഈക്വൽ ടു, നേരെ ഇത് ഇങ്ങോട്ട് കൊടുത്താൽ മതിയല്ലോ, 1 ലൈറ്റ് ഇയർ ഈസ് ഈക്വൽ ടു 6.3 ഇൻറ്റു 10⁻, ആസ്ട്രോണമിക്കൽ യൂണിറ്റ്. അതുപോലെ തന്നെ ഇനി നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത് 1 പാർസെക് എത്ര ലൈറ്റ് ഇയർ ആണെന്നാണ് അടുത്തത് കണ്ടുപിടിക്കേണ്ടത്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ടുഡേയ്സ് ക്ലാസ്.